പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിൽ കായംകുളത്തെ CPM പ്രാദേശിക നേതാക്കളും പ്രതികൾ. കായംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വനിതകളായ മുനിസിപ്പൽ കൗൺസിലറെയും ലോക്കൽ കമ്മിറ്റി അംഗത്തെയും പ്രതി ചേർത്തത്. സ്കൂട്ടർ തട്ടിപ്പിൽ കായംകുളം പോലീസ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത കേസിലാണ് കായംകുളം 4-ാം വാർഡ് കൗൺസിലർ ഷെമിമോളെയും CPM എരുവ ലോക്കൽ കമ്മിറ്റി അംഗം നാദിയെയും പ്രതി ചേർത്തത്. എന്നാൽ പ്രതികളെ വേഗത്തിൽ തിരിച്ചറിയാതിരിക്കാൻ FIRൽ നിന്ന് ഇവരുടെ മേൽവിലാസങ്ങൾ ഒഴിവാക്കി. കായംകുളം നഗരസഭാ പരിധിയിൽ മാത്രം 1000-ലധികം ആളുകൾക്ക് പണം നഷ്ടമായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരം. ആലപ്പുഴ ജില്ലയിൽ 4000-ലധികം പേർക്കാണ് തട്ടിപ്പിലൂടെ പണം നഷ്ടമായത്. ചേർത്തല, ഹരിപ്പാട് താലൂക്കുകളിൽ നിന്ന് മാത്രം കോടിക്കണക്കിന് രൂപ തട്ടിപ്പുകാർ കൈക്കലാക്കിയതായാണ് പരാതികൾ സൂചിപ്പിക്കുന്നത്. നിരവധി പേർ ഇതിനോടകം പോലീസിൽ പരാതി നൽകി. നാണക്കേട് ഭയന്ന് ചിലർ പരാതി നൽകിയിട്ടില്ല. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 1000-ലധികം പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. അതിനിടെ പരാതി കൊടുക്കുന്നതിൽ നിന്ന് പരാതിക്കാരെ പിന്തിരിപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. പരാതിപ്പെട്ടാൽ വാഹനമോ അടച്ച പണമോ കിട്ടാൻ വൈകുമെന്നും അതിനാൽ നിയമവഴി സ്വീകരിക്കരുതെന്നുമാണ് വാട്സാപ്പ് വഴി ശബ്ദ സന്ദേശം എത്തിയത്. കോർഡിനേറ്റർമാർ വഴിയാണ് ഇത്തരം ശബ്ദ സന്ദേശങ്ങൾ പലയിടത്തും തട്ടിപ്പുകാർ വീണ്ടും പ്രചരിപ്പിക്കുന്നത്. ജനം, ആലപ്പുഴ.